ആ അല്ലെങ്കിലും പിന്നെ കൃത്യസമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് കറണ്ടും ബില്ല് തരാം. അത് പിന്നെ കൃത്യസമയത്ത് കൊടുന്നു തരും. മൊട്ടുസൂചി മജീദും തട്ടുകട ജബ്ബാറിനെ കാട്ടിയൊക്കെ കഴിഞ്ഞ 2 താക്കും ഒരു 500 റുപ്യ കൂടുതൽ നമ്മക്ക് തന്നെ. ഇപ്രാവശ്യം നമ്മൾ തന്നെ മുന്നിട്ടിക്കും കറണ്ട് ബില്ലിൽ നിന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പം ഇത്രയും കറണ്ട് ബില്ല് കൂടെ എന്താ ഉള്ളത്? സ്വിച്ച് ഇട്ടാൽ തിരിയാത്തൊരു ഫാനും ഫീസായ 2 ബൾബും തണുപ്പില്ലാത്തൊരു AC ഉണ്ട്. കറണ്ട് പോയാൽ കത്തിക്കാനുള്ള മെഴുകുതിരിയും കൂടി കറണ്ട് ബില്ലിൻ്റെ കൂടെ തരാൻ വേണ്ടി സർക്കാരിനൊരു അപേക്ഷ കൊടുക്കണം. ഈ കറണ്ടിൻ്റെ എല്ലാ സാധനവും അടിച്ചു പോകലുണ്ട്, പക്ഷേ ഈ കറണ്ടിൻ്റെ മീറ്റർ മാത്രം അടിച്ചു പോകത്ത് എന്താണെന്നാവും അല്ലേ? കറണ്ട് ബില്ല് ലേറ്റ് ആയാലും ഒരു ഫൈൻ ഇടും. അതേമാതിരി എന്നാൽ കറണ്ട് ബില്ല് നേരത്തെ അടക്കണോ എനിക്ക് ഗിഫ്റ്റും തരണ്ടേ? ഈ കട്ടാവുമ്പോഴത്തെ പൈസ ഒക്കെ കൂടി ഒരുക്കൂട്ടിയിട്ട് അവർ KCB ഇൻവേർട്ടർ വെക്കാനാണ് ഈ കാരണം. എനിക്ക് ഈ KCBക്കാരെ സേവനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരിടയ്ക്ക് ബൾബ് വില കുറച്ച് തരും, അതേമാതിരി സബ്സിഡി തരും. പിന്നെ ഇഷ്ടമില്ലാത്ത ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ബില്ല് തരുന്നതാണ്.